ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ന്യൂ കൊറിയൻ സീരീസ് ആണ് കേട്ടോ. ഓൺഗോങ്ങായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഡ്രാമയാണ്. ഡ്രാമയുടെ സ്റ്റാർട്ടിങ് തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ എന്തൊരു അപകടം സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവളാണെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. ഇവളാണെങ്കിൽ ഇവളെ വീട് വിട്ട് ഇറങ്ങുന്നുണ്ട്. അതേ സമയത്ത് ഇവൾ കാറിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോയിൻ്റെ സെയിം ഫ്ലാറ്റിൽ തന്നെ വേറൊരു പേഴ്സണെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാറിൽ കയറുന്നുണ്ട് കേട്ടോ. ഇവൾക്കാണെങ്കിൽ ഇവളുടെ ബോഡിയൊക്കെ മൊത്തത്തിൽ ഇഞ്ചുറൊക്കെ ആയിട്ടുണ്ട്. എന്തോ ഒരു അപകടം നമ്മുടെ ഹീറോയിന് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവളാണെങ്കിൽ കാർ എടുത്ത് ഓടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ ടൈമിലാണെങ്കിൽ ഇവൾക്ക് ഒരു കൺട്രോൾ ഇല്ല കേട്ടോ. അപ്പോൾ അതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് വേറൊരാളെ കാണിക്കുന്നുണ്ട്. ഇയാളാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ പോകുന്നത് നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിൻ്റെ ഫ്ലാറ്റിലാണെങ്കിൽ ബോട്ടിൽസ് അതുപോലെ കേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പേഴ്സണാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ വാച്ച് ചെയ്യുന്നുണ്ട്. ഹീറോയിൻ പോയെന്ന് ഉറപ്പാക്കുമ്പോൾ ഇയാളാണെങ്കിൽ റൂമിലേക്ക് വരുന്നുണ്ട്. അതേ സമയത്ത് ഇയാളാണെങ്കിൽ സ്വിച്ച് ഇടാണ് കേട്ടോ. സ്വിച്ച് ഇടുന്ന ടൈമിൽ ഈ റൂമിൽ ആരോ ബോംബ് വെച്ചിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്വിച്ച് ഇടുന്ന ടൈമിൽ ആ ബോംബാണെങ്കിൽ ബ്ലാസ്റ്റ് ആവാണ്. അങ്ങനെ അവിടെ മൊത്തം ഫയർ വരാണ് കേട്ടോ. അപ്പോൾ ഇയാളാണെങ്കിൽ അവിടെ മരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിനാണെങ്കിൽ പെട്ടെന്ന് കാർ എടുത്ത് പോയിണ്ടല്ലോ. അവളാണെങ്കിൽ ഈ ഫയറൊക്കെ കാണുന്നുണ്ട്. ഇത് കണ്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട്. ഓൾറെഡി തന്നെ നമ്മുടെ ഹീറോയിൻ്റെ ബോഡിയാണെങ്കിൽ മൊത്തത്തിൽ ഇഞ്ചുറീസ് ആണ് കേട്ടോ. എന്നിട്ട് ഇവളാണെങ്കിൽ കാറും കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിൻ്റെ കാറാണെങ്കിൽ കൺട്രോൾ അല്ല കേട്ടോ. അതായത് കൺട്രോൾ ഇല്ലാണ്ടാണ് അവൾ ഓടിപ്പിക്കുന്നത്. അങ്ങനെ ഈ സമയത്താണ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ എല്ലാം റോഡിൽ കാണാൻ സകലതും തട്ടിത്തെറിപ്പിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് പെട്ടെന്ന് തന്നെ ഇവളെതിരെ പറഞ്ഞ ഒരു വണ്ടി വന്നിട്ട് നമ്മുടെ ഹീറോയിൻ്റെ വണ്ടിയാണെങ്കിൽ ഇടിച്ച് തീർപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് നമ്മുടെ ഹീറോയിന് അവിടെ ആക്സിഡൻറ്റ് സംഭവിക്കാൻ കേട്ടോ. അതിന് ശേഷം കാണിക്കുന്നത് ആംബുലൻസ് വരുന്നതാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ നമ്മുടെ ഹീറോയിന് ഓർമ്മയൊന്നുമില്ല. അതിനുശേഷം ഇവിടെ സർജറിയാണ് നടക്കുന്നത് കേട്ടോ. സർജറി ടൈമിൽ ഡോക്ടറൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ഈ സീരീസിലെ ഹീറോയിനാണ് കേട്ടോ. നമ്മുടെ ഹീറോയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഇവൾ ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കണ്ണു തുറക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ്റെ അടുത്താണെങ്കിൽ ഇവൻ സംസാരിക്കേണ്ട ഇവൻ്റെ പേരൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവന് ഓർമ്മയൊന്നുമില്ല. എന്നിട്ട് ഇവൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഫിയാൻസി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഹീറോയിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇവൾക്കാണെങ്കിൽ ഒന്നും ഓർമ്മയില്ല. നമ്മുടെ ഹീറോയിൻ്റെ ഉള്ളിലാണെങ്കിൽ എന്തോ ഒരു ഇലൂഷൻ വരാണ് കേട്ടോ. നമ്മുടെ ഹീറോയിനെ ആരും അറ്റാക്ക് ചെയ്യാൻ പോകുന്ന പോലെയാണ് അവൾ തോന്നുന്നത്. അപ്പോൾ ഈ സമയത്ത് അയാളുടെ ഫേസൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഈ നമ്മുടെ ഹീറോയിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വരുന്നതാണ്. ഇവളാണെങ്കിൽ ഇത് കണ്ട് പേടിക്കുന്നുണ്ട്. പെട്ടെന്നാണെങ്കിൽ അവിടെ ഞെട്ടിയാണ് ഉണരുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഹീറോ വരുന്നുണ്ട്. ഹീറോ പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നുമില്ല നീ പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവളെ നല്ല രീതിയിൽ കംഫർട്ടൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് ഞാൻ എവിടെയാണ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട് നീ ഹോസ്പിറ്റലാണെന്ന് പറയുന്നുണ്ട്. നിനക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു, പക്ഷേ നിനക്ക് ഭാഗ്യമുണ്ട്, കാരണം നിനക്ക് കൂടുതൽ ഇഞ്ചുറീസ് ഒന്നും സംഭവിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ ടൈമിൽ ഇവൻ്റെ പേരൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ പേരൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ഹീറോ വേറൊരു ഓൾഡ് മാനെ മീറ്റ് ചെയ്യാൻ വന്നേക്കാണ്. അപ്പോൾ ഇയാളാണെങ്കിൽ ബിസിനസ്സിൻ്റെ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അയാൾക്ക് എന്താ പ്രോപ്പർട്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ ഹീറോനെ ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയും അതൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് ഈ സിറ്റിയിൽ തന്നെ നല്ല ടോപ്പസ്റ്റ് റിച്ച് മാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോ ഒരു CEO ആണ്, ഹെഡാണ്, എല്ലാം ആണ്. അങ്ങനെ ഇവനും അതൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ട് ഇയാളുടെ അടുത്ത് താങ്ക്സ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് കാറിലാണെങ്കിൽ നമ്മുടെ ഹീറോ ആ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ ഡ്രൈവർ ചോദിക്കണം എവിടേക്കാണ് ചോദിക്കുമ്പോൾ പറയുകയാണ് ഹോസ്പിറ്റലിലേക്കാണ് പോകണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഡോക്ടറെ വന്ന് മീറ്റ് ചെയ്യാണ്. ഈ സമയത്ത് ഇവിടെ പറയുന്നുണ്ട് എനിക്ക് മെമ്മറി ലോസ് ആയിട്ടുണ്ട്, എനിക്ക് ഒന്നും ഓർമ്മയില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിൽ ഡോക്ടർ പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട, ആക്സിഡൻറ്റിന് ശേഷമാണ് മെമ്മറി ലോസ് ആയത്, പെട്ടെന്ന് തന്നെ അത് റിക്കവർ ആക്കി എടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഈ ഡോക്ടറാണ് ഹീറോയിൻ്റെ അടുത്ത് സംസാരിക്കണം. അപ്പോൾ ഈ സമയത്ത് ഹീറോയിൻ നമ്മുടെ ഹീറോയിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിനെ പുറത്തേക്ക് കൊണ്ടുവരാണെങ്കിൽ നല്ല രീതിയിലുള്ള കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹീറോ പറയുന്നുണ്ട് നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട എന്ന് പറയുന്നുണ്ട്. എല്ലാ കാര്യത്തിലും ഞാനുണ്ടായിരിക്കും നിന്നെ ഹെൽപ്പ് ചെയ്യുന്ന പറഞ്ഞിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിന് ചെറുതായിട്ട് ഹാപ്പൊക്കെ ആവുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഡോക്ടറെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടറാണെങ്കിൽ റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പറയാണ് ഇവൾക്കാണെങ്കിൽ ആക്സിഡൻറ്റിന് ശേഷം മെമ്മറി ലോസ് ആയിട്ടുണ്ട്, പക്ഷേ കുറച്ച് ടൈം പിടിക്കും അതായത് റിക്കവർ ആവാൻ, പക്ഷേ പ്രോപ്പറായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവൻ ഓക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോ ആണെങ്കിൽ ഹീറോയിൻ്റെ അടുത്തേക്ക് വരാൻ കേട്ടോ. ഈ സമയത്താണെങ്കിൽ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ചെറുതായിട്ട് മയങ്ങാണ്. അപ്പോൾ ഇവനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ ഒരു സെക്കൻഡ് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്തൊരു എല്യൂഷനാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് ഹീറോയിനെ ആരാ അറ്റാക്ക് ചെയ്യണ പോലെ കേട്ടാണ് അവൾക്ക് തോന്നുന്നത്. ഇവളാണെങ്കിൽ പെട്ടെന്നാണെങ്കിൽ അതിങ്ങനെ ഞെട്ടി ഉണർന്നുണ്ട്. ആ സമയത്ത് ഹീറോ വന്നിട്ട് ഹീറോയിനോട് ചോദിക്കേണ്ടത് നിനക്കൊന്നുമില്ല എന്ന് പറയേണ്ടത് നീ ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിനും ഞാൻ പെട്ടെന്ന് എന്തോ പോലെയൊക്കെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവനും പറയുന്നുണ്ട് പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ നല്ല രീതിയിൽ കംഫർട്ട് ആക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഹീറോ അതുപോലെ തന്നെ അവൻ്റെ ഫ്രണ്ടൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യുന്നതാണ്. ഇവരെന്തോ ക്ലയൻസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത്. ആ സീൻ കട്ട് ചെയ്തിട്ട് കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. നമ്മുടെ ഹീറോയിൻ ഡിസ്ചാർജ് ആവാൻ ഡോക്ടർ വന്ന്
പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ഇപ്പോൾ ഓക്കെ എല്ലാം ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയുന്നുണ്ട് ഞാൻ ഓക്കെ എന്ന് പറയുന്നുണ്ട്. ഹീറോയിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇവിടെ നല്ല രീതിയിൽ കെയർ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവൻ ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അവർ ഡോക്ടറിനെ വന്ന് കാണാണ്. ആ ഡോക്ടർ പറയാണ് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവനും ഓക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോ ആണെങ്കിൽ നമ്മുടെ ഹീറോയിന് വേണ്ടിയിട്ട് ഒരു ഫ്ലവർ വാങ്ങിയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഫ്ലവർ ഇവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ മീനിങ്സ് അവൻ എന്തോ പറയുന്നുണ്ട് കേട്ടോ. അതായത് എപ്പോഴും ബ്യൂട്ടിഫുൾ ആയിട്ട് ഇരിക്കുന്ന ഫ്രേഷ്യ എന്നാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് ഇവൾക്ക് ഭയങ്കര ഹാപ്പി ഒക്കെ ആവുന്നുണ്ട്. എന്നിട്ട് ഹീറോ ആണെങ്കിൽ ഹീറോൻ്റെ വീട്ടിലേക്കാണ് ഇവളെ കൊണ്ടുവരണത് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവനാണെങ്കിൽ ഇവൾക്ക് ഇങ്ങനെ ഒരു റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഓപ്പൺ ചെയ്ത് കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവൾക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് ആശയം പോലെ. കാരണം നമ്മുടെ ഹീറോനാണെങ്കിൽ ഇവൾ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. ഇവളെ മെമ്മറി ലോസ് ആയതാണ് മെയിൻ കാരണം. ഇവൾ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട് ഒരുപാട് താങ്ക്സ് ഉണ്ട്, കാരണം ഹോസ്പിറ്റലിൽ തന്നെ ഇത്ര നേരം കെയർ ചെയ്തതിനും അതുപോലെ ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നില്ല അതിനൊക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞിട്ട് സംസാരിക്കണം. എന്തായാലും നിങ്ങളുടെ വീട്ടിൽ ഞാൻ അധികം നാൾ എന്തായാലും നിൽക്കില്ല, നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയാണ് എൻ്റെ വീടല്ല നമ്മുടെ വീടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ കൈ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഇവൾക്ക് എന്തോ പോലെയൊക്കെ ആവാണ്ട് ടച്ചിങ് ആവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ ഡോക്ടറെ അടുത്ത് വന്നേക്കാണ് കേട്ടോ. അതായത് ഡോക്ടറെ അടുത്ത് വന്നിട്ട് ഇവള് പറയുകയാണ് എനിക്ക് എൻ്റെ മെമ്മറി എത്ര വേഗം പെട്ടെന്ന് തന്നെ റിക്കവറായി എടുക്കണം, എനിക്ക് ഒന്നും ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറും പറയുന്നുണ്ട് നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, നമുക്കത് പെട്ടെന്ന് തന്നെ റിക്കവറാക്കി എടുക്കാമെന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ വീണ്ടും ഇലൂഷൻസ് ഇങ്ങനെ വന്നു പോവുകയാണ് കേട്ടോ. ഇവള് പറയുകയാണ് എനിക്കിങ്ങനെ ഇലൂഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നീ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, അതൊക്കെ വരും, പക്ഷേ നീ പേടിക്കൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ മെമ്മറി നമുക്ക് എന്തായാലും തിരിച്ചെടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ നല്ല രീതിയിൽ കംഫർട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഹീറോയിന് ആക്സിഡൻ്റ് ആയില്ലേ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡോക്ടറാണെങ്കിൽ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഇവൾക്ക് എങ്ങനെയാണ് ആക്സിഡൻറ്റ് സംഭവിച്ചത് അതൊക്കെ കേട്ടോ. അങ്ങനെ ഇവൾ ചെറുതായിട്ട് എന്തൊക്കെ ആലോചിക്കുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഒരു ഫാക്ടറിയാണ് കാണിക്കുന്നത്. അവിടെയാണെങ്കിൽ കുറച്ച് എംപ്ലോയീസൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ അവിടുത്തെ കുറച്ച് ഏജ്ഡായിട്ടുള്ളൊരു പേഴ്സണെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് എന്തോ ടയേർഡായിട്ടുണ്ട്. ഇയാളാണെങ്കിൽ ജോബ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് വീഴുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടൈമിലാണെങ്കിൽ മറ്റുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഇയാൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇയാളാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് ഇയാൾ എന്തോ ഫുഡൊക്കെ കഴിക്കാണ് കേട്ടോ. കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇയാൾക്കാണെങ്കിൽ വോമിറ്റിങ് പോലെ വരുന്നുണ്ട്. നോക്കുന്ന സമയത്ത് മൊത്തം ബ്ലഡാണ് കേട്ടോ. എന്തോ അസുഖമാണെന്ന് തോന്നുന്നുണ്ട്. അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. ഇവനാണെങ്കിൽ ഒരു പെയിൻറ്റിങ് നമ്മുടെ ഹീറോയിനെ വേണ്ടിയിട്ട് കാണിച്ചിട്ടുണ്ടായിരിക്കും. ആ പെയിൻറ്റിങ് കാണുമ്പോൾ ഇവൾക്ക് ഭയങ്കര ഹാപ്പിയാണ്. എന്നിട്ട് ഇവനാണെങ്കിൽ ഒരു യൂണിഫോം കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹീറോ പറയണത് നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നെ കോൺടാക്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ്റെ നമ്പറാണെങ്കിൽ അതിൽ സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവളാണെങ്കിൽ താങ്ക്സ് പറയുന്നുണ്ട്, കാരണം ഒരുപാട് ഹെൽപ്പ് ഇവൻ ചെയ്തില്ല. അപ്പോൾ ഇവനും പറയുന്നുണ്ട് താങ്ക്സിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നത്, ഇതൊക്കെ എൻ്റെ കടമയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവള് ലൈറ്റായിട്ട് സ്മൈലൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം അവൾ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയത്ത് തന്നെ ഒരു പയ്യനെ കാണിക്കുന്നുണ്ട്. ഈ പയ്യനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ നോക്കിയിട്ട് പറയാണ് ഇവള് ഓക്കെ ആയോ എന്നാണ് ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവനെന്ത് ഇവളെ അറിയാൻ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഒരു പ്ലേസിൽ വന്ന് കിടക്കാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇവളെ കയ്യിൽ റിങ് കാണണ്ട്. എനിക്ക് തോന്നുന്നത് എൻഗേജ്മെൻറ്റ് റിങ്ങാന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഈ പയ്യനാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ ബാഗ് മോഷിച്ചിട്ട് പോവാണ്. അപ്പോൾ ഈ സമയത്ത് ഹീറോയിൻ വന്ന് കഴിഞ്ഞിട്ട് ചെക്കനായിട്ട് ചെറുതായിട്ട് അടിപിടിയാവാൻ കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ ചെക്കനാണെങ്കിൽ നമ്മുടെ ഹീറോയിനെ തള്ളിയിട്ടിട്ട് ആ ബാഗ് കൊണ്ടുപോകണം. അവൻ നേരെ പോകുന്നത് ഗെയിമിംഗ് സെൻറ്ററിലായിരിക്കും കേട്ടോ. എന്നിട്ട് ഇവരുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയാണ് കണ്ട എനിക്ക് കുറേ ക്യാഷ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് കറക്റ്റ് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഇവനെ ഫോളോ ചെയ്തിട്ട് അവിടേക്ക് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇവളാണെങ്കിൽ നമ്മുടെ പയ്യനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഈ ചെക്കനൊന്ന് പേടിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹീറോയിനാണെങ്കിൽ ഇവന് വന്ന് ഒരു അടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ സമയത്ത് തന്നെ ആ സീൻ കട്ട് ചെയ്തിട്ട് കാണിക്കേണ്ടത് നമ്മുടെ ഹീറോയിനാണ് കേട്ടോ. ഇവൻ എന്തോ ഒരു മീറ്റിങ്ങിന് വന്നേക്കാണ്. സമയത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോൾ വരാണ് കേട്ടോ. അങ്ങനെ ഹീറോ ആണെങ്കിൽ അവിടെ നിന്ന് പോരുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഹീറോയിൻ ആ പയ്യനാണെങ്കിൽ പോലീസ് എന്തോ ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണ്. ഈ സമയത്ത് ഹീറോ വരുന്നുണ്ട്. ഹീറോയിൻ്റെ അടുത്ത് ചോദിക്കുന്നത് എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കേണ്ട. ആ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട് ഇവനാണ് ഇങ്ങനെ ഇങ്ങനെ ഞാനായിട്ട് തല്ലുകൂടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെന്തോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇവളുടെ ബാഗ് മോഷി എന്നൊക്കെയാണ് പറയണത്. അങ്ങനെ ഹീറോ വന്നു കഴിഞ്ഞിട്ട് ഈ ചെക്കനെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയണത് വുമൻസിൻ്റെ അടുത്ത് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഹീറോ ചോദിക്കുന്നത് നീ ഓക്കെ എല്ലാം ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോയും പറയുന്നത് ഞാൻ ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഈ ചെക്കൻ്റെ അമ്മ വന്നിട്ട് പറയാണ് നീ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ഇവളുടെ അടുത്ത് എന്തിനാണ് നീ തല്ലുണ്ടാക്കാൻ പോയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവൾ ആരാന്നറിയോ, ഒരു ചെക്കനെ കൊന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അത് കേൾക്കണ സമയത്ത് നമ്മുടെ ഹീറോയിനും അതുപോലെ തന്നെ അവിടുത്തെ പോലീസുകാരൊക്കെ ഒന്ന് ഷോക്കാണ്. എന്നിട്ട് ഇവളാണെങ്കിൽ കാറിൽ വരാണ്. ആ സമയത്ത് ആ പയ്യൻ്റെ അമ്മ പറഞ്ഞില്ല, അതായത് ഒരാൾക്ക് ഒന്നൊന്ന് അതൊക്കെയാണ് അവളെ മൈൻഡിൽ പോകുന്നത് കേട്ടോ. ഇവളാണെങ്കിൽ ഹീറോൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ കാരണം ഒരാൾ മരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഹീറോ പറയുന്നുണ്ട് അതൊക്കെ പാസ്റ്റാന്ന് പറഞ്ഞിട്ട് ഇവളടുത്ത് സംസാരിക്കുന്നത് ഇതൊന്നും ആലോചിക്കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ഇതേ ടൈമിലാണ് ഒരു ബാറിലാണെങ്കിൽ കുറച്ച് റൗഡീസിനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു ഗ്യാങ്സ് വന്നിട്ട് മറ്റൊരു ഗ്യാങ്സിനെ അടിക്കുകയാണ്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ അതിലത്തെ നേതാവ് വന്നിട്ട് പറയാണ് ഇവരൊക്കെ അടിച്ച് നിരപ്പാക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ കുറേ ഗുണ്ടകളായിട്ട് രണ്ട് ടീംസായിട്ട് അവിടെ ഏറ്റുമുട്ടാണ് കേട്ടോ. അങ്ങനെ ഏറ്റുമുട്ടി കഴിഞ്ഞിട്ട് ഇയാളാണെങ്കിൽ അവരുടെ പൈസയൊക്കെ എടുത്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കേണ്ടത് നമ്മുടെ ഹീറോയിനാണ്. അതായത് നമ്മുടെ ഹീറോയിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് CIDകൾ വന്നിട്ടുണ്ട്.
അഡിക്റ്റീവ് ആണ്. എന്നിട്ട് ഇവരാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ആക്സിഡൻറ്റ് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ആ കാര്യങ്ങളൊന്നും ഓർമ്മയില്ലല്ലോ. എന്നിട്ട് ഇവൾ പറയുകയാണെങ്കിൽ എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ഇവർ കുറച്ച് റൂഡായിട്ട് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് ബിഹേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇവൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഇവന് ദേഷ്യം വന്നു കഴിഞ്ഞിട്ട് ഇവനാണെങ്കിൽ പറയുന്നുണ്ട് കുറച്ചും കൂടി മാനേഴ്സിൽ സംസാരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. കാരണം ആക്ച്വലി ഇവളൊരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് വരാണ്, ഇവൾക്ക് മെമ്മറി ലോസ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ സമയത്ത് ഇവരാണെങ്കിൽ സോറി ഒക്കെ പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനെ കുറച്ച് ഇതായിട്ടാണ് ഇവർ സംസാരിക്കുന്നത് കേട്ടോ. ഹീറോയിൻ പറയുന്നുണ്ട് എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ എന്നാൽ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ അവിടെ നിന്ന് ബായ് പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഹീറോ ചോദിക്കുന്നുണ്ട് നീ ഓക്കെ എല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവള് പറയാണ് അത് ഞാൻ ഓക്കെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ഡിറ്റക്റ്റീവ്സ് ആണെങ്കിൽ പരസ്പരം സംസാരിക്കുകയാണ്. അവർ പറയുന്നത് നമ്മുടെ ഹീറോയിൻ്റെ ആക്ടിങ് ആണെന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം അവൾക്ക് മെമ്മറി ലോസ് ആയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരാണെങ്കിൽ ആ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച് വന്നേക്കാണ് കേട്ടോ. എന്തായാലും നമുക്കത് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഹീറോയിനാണ് കാണിക്കുന്നത് കേട്ടോ. അവളാണെങ്കിൽ വോയിസിൽ പറയാണ് അതായത് ഞാൻ കാരണം ഒരാൾ മരിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയുന്നില്ല. അതുപോലെ ആ പയ്യനാണെങ്കിൽ എൻ്റെ ബാഗ് മോഷിണ്ട് പോയി. എന്നിട്ട് ഇവൻ്റെ അമ്മ വന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞത് അതായത് ഇവള് കാരണം ഒരാൾ മരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെയാണ് അവൾ റെക്കോർഡ് ചെയ്തിട്ട് തന്നെ അങ്ങനെ റെക്കോർഡ് ചെയ്യാണ് കേട്ടോ. പിന്നീട് അഡിക്റ്റീവ്സൊക്കെ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരിക്കുള്ളൂ. അതായത് നമ്മുടെ ഹീറോ എന്ന് പറയുന്നത് ഒരു കില്ലറാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെയാണ് അവൾ ആലോചിക്കുന്നത്. എന്നിട്ട് ഇവളാണെങ്കിൽ നേരെ ഡോക്ടറെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഈ ഡോക്ടറെ അടുത്ത് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനാണെങ്കിൽ ഡോക്ടറെ അടുത്ത് സംസാരിക്കുകയാണ്. എൻ്റെ മെമ്മറി എപ്പോൾ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടറും പറയുന്നുണ്ട് പേടിക്കേണ്ട, എത്ര വേഗം തന്നെ ഓക്കെ ആവുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് അതിന് ശേഷം നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് സംസാരിച്ചതല്ലോ ആ കാര്യങ്ങൾ മുന്നത്തെ കാര്യങ്ങളൊക്കെ വീണ്ടും ഫ്ലാഷ് ആയിട്ട് കാണിക്കുകയാണ് കേട്ടോ. അതായത് ഹീറോകൾ നല്ല രീതിയിൽ കംഫർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ. നീ ഒന്നുകൊണ്ട് വിഷമിക്കണം, നിൻ്റെ കൂടെ ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ കെയറിങ്ങിലൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഹീറോയിനെ ആലോചിക്കുന്നത് കേട്ടോ. അതായത് ഫസ്റ്റ് നടന്ന കാര്യങ്ങളൊക്കെ അവൾ വീണ്ടും റിവേഴ്സ് ചെയ്ത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവൻ പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ ഇത് നമ്മുടെ വീടാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ എനിക്ക് ഇവള് പറയാണ് എത്രയും പെട്ടെന്ന് എൻ്റെ മെമ്മറി എനിക്ക് തിരിച്ചു കിട്ടണം, എനിക്ക് എന്താ സംഭവിച്ചെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ തിങ്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീനും കാണിച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഉണ്ടാവുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ.